ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിൽ കൂട്ടുകാരികൾ ചേർന്ന് ഇന്റിമേറ്റ് കൂട്ടുകാരിക്ക് കൊടുക്കുന്ന രസമുള്ള പ്രാങ്ക് കഥയാണ് മെനഞ്ഞിരിക്കുന്നത്. കൊട്ടാരക്കര കോടതിയിലെ അഭിഭാഷക സുഹൃത്തുക്കളാണ് കൂടെയുള്ള അഭിഭാഷക സുഹൃത്തിന് ഉശിരൻ പണി കൊടുക്കുന്നത്. അടുത്ത ബന്ധത്തിലെ ഒരു കുടുംബത്തിനുണ്ടായ ഫാമിലി പ്രശ്നം പരിഹരിക്കാനെത്തണമെന്ന ആവശ്യത്തെ തുടർന്നാണ് വക്കീലന്മാർ പ്രാങ്ക് ചെയ്യേണ്ട ആളെയും കൊണ്ട് ഓ മൈ ഗോഡ് കെണിപ്പുരയിലെത്തുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന പ്രാങ്ക് നിമിഷങ്ങൾ ശ്രദ്ധയോടെ കാണാം. എനിക്കെന്തരാ ഞാൻ എന്തിനു പറയേ, അനുഭവിക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ നീ പറയും പോലെ ഒന്നും അല്ല നടന്നത്. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ അനുഭവിച്ചു, 15 വർഷമായി, ഇതൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തീരുമാനിക്കണം. നീ തീരുമാനിക്കുന്ന അനുസരിച്ച് പോയാലേ ഇവിടെ കാര്യങ്ങൾ നടക്കും. ഇവിടെ ആകെ വന്നിരുന്ന് നോക്കടാ, നീ അവളെ എഴുന്നേറ്റ് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? ഇല്ല അച്ഛൻ സംസാരിക്കാതെ ഞാൻ നോക്കാം. സന്തോഷ് സാർ പറഞ്ഞിട്ട് ഓ ഞാൻ ഇത്തിരി കിടപ്പിലായിപ്പോയി, വീണു മോളെ. ഞാൻ കുളിമുറിയിൽ പോയിട്ട് ഇറങ്ങിയപ്പം കാല് ഇങ്ങനെ വഴുതി വീണു പോയി. അത് വൈഫ്. അല്ല മാഡം, ഞാൻ വിളിച്ചതെന്നറിയോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, എനിക്ക് ഇവളോട്ട് ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് വേണം. 2, ഈ വീട് സ്ഥലവും എൻ്റെ പേരിലായിരുന്നു. എൻ്റെ പേരിൽ എൻ്റെ അവളെയും പേരിലായിരുന്നു. ഈ അച്ഛൻ എഴുതി വെച്ചതാണ് കല്യാണ സമയത്ത്. അത് എനിക്ക് മാത്രം എഴുതാതെ ഇങ്ങേര് എൻ്റെ അവളെയും പേരിൽ എഴുതി. അവളെ സൗകര്യം കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ അടുപ്പിച്ച് പറഞ്ഞ കല്യാണം കഴിഞ്ഞു പറഞ്ഞ അങ്ങ് വന്നു കയറിയ പെണ്ണിനെ എഴുതി കൊടുത്തെന്ന് നാട്ടുകാരെ കൊണ്ട് പറയും. നിങ്ങൾ വന്ന് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഞാൻ കിടന്ന് അനുഭവിക്കുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ അവളെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. സൗകര്യം കല്യാണത്തിന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്താ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു. വീടൊന്ന് 2 പേരല്ലേ. അപ്പോൾ അവളെ പേരിലോട്ട് മാറ്റി ലോൺ എടുത്തു. ആ ലോൺ ക്ലോസ് ചെയ്തു. ഇപ്പോൾ തിരിച്ചെഴുതി തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചെഴുതി കൊടുക്കാനായിരുന്നു അതിൻ്റെ ഇത്. ഇപ്പം അവൾ എഴുതേയില്ല, എന്നെ നോക്കേയില്ല, ആകെ പ്രശ്നം തന്നെ മോളെ. ഞാൻ കുളിച്ചും പച്ചിങ്ങ ഇറങ്ങുന്ന സമയത്ത് എണ്ണ തറയിലൊഴിച്ച് എന്നെ വഴിക്ക് വീണ് കാലിൽ പൊട്ടലായിരുന്നു. അത് പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ കിടന്നപ്പം പോലും കഞ്ഞി വെള്ളം എല്ലാം ഓൺലൈനിൽ വരുത്തി ഉള്ള ഇതാ. തിന്നുക, കിടക്കുക, എന്നെ 10 പറയുക, അവനെ 10 പറയുക. തിന്നുക, കിടക്കുക, എന്നെ 10 പറയുക, അവനെ 10 പറയുക. ഇത് എനിക്കിപ്പോൾ ഇവള് എന്തൊരു കാണിച്ചു നോക്കാം. അച്ഛനെ എനിക്ക് നോക്കാനുള്ളൊരു മാന്യത നോക്കണം. എനിക്ക് ഇത്രയും കാര്യം വേണം. ഡിവോഴ്സ് വേണം. 2, എനിക്ക് ഈ വസ്തുവിൻ്റെ ഒരു തീരുമാനം വേണം. ഇനിയിപ്പോൾ അവക്കുള്ള ഇത് കൊടുക്കില്ലെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഇതിനെ ആ വസ്തു വിൽക്കുകയോ ഈ വീടിൻ്റെ സംഭവം എഴുതിയിട്ട് ഒരു ഭാഗം അവക്കും കൊടുത്ത് ഒരു ഭാഗം എൻ്റെ പേരിൽ എഴുതി തരണം. എനിക്ക് ഇത്ര മാത്രം ഡിമാൻഡുണ്ട്. ഇവളുമായിട്ട് ഒരു കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് പറ്റില്ല. കണ്ട ഈ രാവിലെ തൊട്ട് ഞാൻ ഡിവോഴ്സ് ഇതൊന്നും വേറൊന്നുമല്ല. ഈ നാട്ടിൽ നമുക്ക് സംശയമൊന്നും 24 മണിക്കൂർ സംശയം വരാൻ തന്നെ കാരണം ഞാൻ കുറച്ച് ദിവസം ആറ്റിങ്ങലായിരുന്നു ജോലിക്കുന്ന സമയത്ത് അച്ഛൻ ഇതേപോലെ റൂമിൽ കിടക്കും. ഇവിടെ ആരോ വന്നു എന്ന് പറഞ്ഞ് ചെറിയൊരു പ്രശ്നമായി. അപ്പം അച്ഛൻ ഇത് എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ ഇവിടെ വന്നു, ചെറിയ സംസാരമായി. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി. അതിൻ്റെ പിറ്റേ ദിവസം അച്ഛൻ ഈ വഴുതി വീഴുന്നത് വെച്ചാൽ ഇവിടെ തള്ളിയിട്ടത് അച്ഛൻ. ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്ന ആളിൻ്റെ പേര് ആരെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരാൾ വന്നു എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ദേഷ്യത്തിൽ പിറ്റേ ദിവസം എന്നെ വീഴ്ചു. കൊല്ലിക്കാനായിരുന്നു പ്ലാൻ. ചേച്ചി ഞങ്ങളവിടെ നിൽക്കുമ്പോ ചേച്ചി എങ്ങനെ ചെയ്യുന്നത്? ചേച്ചി നമ്മൾ സംസാരിച്ച് തീർക്കാനല്ലേ ചേച്ചി വന്നേ? ഞാൻ വിളിച്ചിട്ടല്ല നിങ്ങളെ വന്നത്. അയാൾ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും സംസാരിക്കാതിരുന്നത്. പിന്നെ എന്നെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയുമ്പോൾ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരിക്കും. നിങ്ങൾ സംസാരിച്ചോ? ഞാൻ വന്നില്ലല്ലോ സംസാരിക്കാൻ. എന്നെ പറ്റി മോശം പറഞ്ഞപ്പോഴല്ലേ ഞാൻ ചെന്നത്. ചേച്ചി നമുക്ക് സംസാരിക്കാം. ചേച്ചി കഴിക്കേ. അതങ്ങനെന്നുണ്ടെങ്കിൽ തീരൂല. 24 മണിക്കൂറും കഴിപ്പേ ഉള്ളൂ. രാവിലെ പെറോട്ടയും ബീഫും രാവിലെ. എങ്ങനെ കഴിക്കുന്നതാണ് ഇതൊക്കെ? അങ്ങ് ചെന്നിട്ട് എങ്ങനെ ഇറങ്ങുന്നതാണ്? മെമ്പറായി വിളിച്ചിരുന്നു. ഫിലിപ്പേ, ബഹളം എന്തോന്ന് ബഹളം? ഇരിക്കുന്നുണ്ട്. ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഇവിടുത്തെ ആൾക്കാരെ സ്വഭാവം അറിയല്ല. ഞാൻ അങ്ങനെ വേണ്ട വക്കീലോ സംസാരിച്ചോണ്ടിരുന്ന. ആരാണ് വക്കീല്? ആണോ? വക്കീല. അപ്പം എൻ്റെ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പേരൊന്നു പറഞ്ഞേ? ആ മേഡമാണ്. അപ്പം മെമ്പർ എനിക്ക് അല്ല ഞാൻ പറഞ്ഞു എന്താണ്, എനിക്ക് ഡിവോഴ്സ് വേണം, ഈ വസ്തുവിൻ്റെ തീരുമാനം വേണം. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ജോലിക്ക് വന്നു തന്നെ പേടിയാണ്. കാരണം ഇവൾ കുന്നുകളയും.
എനിക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേടിച്ചാണ് കഴിയുന്നത്, പേടിച്ച്. മാഡം ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്നും ബഹളമാണ്. പിന്നെ ഈ മനുഷ്യനെ ഉപദ്രവിക്കൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പണി. അപ്പം ഞാൻ സംസാരിച്ച് തളർന്നു, അവരിതാ സംസാരിക്കില്ല, അവരിങ്ങനെ തന്നെ ഇരിക്കും. എനിക്കിനി ഇതിൽ കൂടുതൽ എനിക്ക് പോലീസ് കംപ്ലൈന്റോ എന്തെങ്കിലും കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഫിലിപ്പിനോട് അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കോ അങ്ങനെ ഉപദ്രവിക്കോ? എനിക്ക് നാണക്കേട്. ഞങ്ങൾ ഫാമിലിക്ക് ഇല്ല പോലീസ് കേസ് ഒന്നും കൊടുത്തില്ല. കാരണം ഈ പോലീസ് ഞാൻ അച്ഛൻ വരുന്ന സമയത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അച്ഛനെ തള്ളിയിട്ടാണെന്ന്. ഇവിടെ തോന്നി ചെയ്യും. അങ്ങനെ ഞാൻ പോലീസ് കേസ് കൊടുക്കാൻ പിന്നെ അച്ഛനെല്ലാം വീട്ടുകാരോട് പറഞ്ഞ് വേണ്ട, നാണക്കെട്ട കാര്യമല്ലേ, ഈ ഒരു കാര്യമായിട്ട് ഞാൻ അവിടെ പോണേ. ചേച്ചി എന്തോ പറയുന്നത് ഇങ്ങനെ ഇത് പറഞ്ഞ ഞാൻ നിങ്ങളല്ലേ പറഞ്ഞു എൻ്റെ അടുത്തൊന്നും മിണ്ടരുത്, സംസാരിക്കല്ലേ. അല്ലേ ചേച്ചി നമ്മള് ചോദിക്കുമ്പോ പറയാലോ ചേച്ചി. പറയുന്നതിലൊക്കെ കാര്യമുണ്ടോന്ന് പിന്നെ ഒരു ബാക്കിയൊരു പ്രശ്നമാകുമ്പോ. അല്ല മേഡം എന്താ ഇവർക്ക് സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ഡിവോഴ്സ് വാങ്ങിക്കാണ്ട് ഇവർക്ക് ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കണം. ചേച്ചി പറയട്ടെ, ഒരു ഭാഗം മാത്രം നമ്മൾ കേട്ടിട്ട് തീരുമാനം എടുക്കും. അടുത്ത് വന്നിരിപ്പുണ്ട്, നോക്കിക്കോണം. അല്ല ചേച്ചി ശരിക്കും തന്നെ നിങ്ങളിപ്പോ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് പറഞ്ഞു ഞാൻ അടുത്ത് വന്നിരിക്കാൻ, ഞാൻ ഇതിലൊന്നും ഇരിക്കാറില്ല, ഞാൻ അവിടെ ഇരിക്കാറുള്ളത്. പിന്നെ നിങ്ങൾ വിളിച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അല്ല ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ടോ ഉള്ളതാണോ എന്ന് ചോദിക്കുവാ. ഇവര് പറയുന്ന കാര്യങ്ങളല്ല. അതാ ചോദിച്ചത് ചേച്ചിയുടെ വേർഷൻ എന്താണെന്ന്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തെങ്കിലല്ലേ ഇത്രയും 10-15 വർഷം കൊണ്ട് ഞാനല്ലേ അവരെ നോക്കിയത്. ഇപ്പൊ 1 വർഷം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതെന്ത് കാര്യമെന്ന് അയാൾക്ക് അറിയാലേ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മോളെ ഈ സ്ഥലം തിരിച്ച് വീടും സ്ഥലവും എഴുതി കൊടുക്കണമെന്ന് അവൻ പറഞ്ഞതിന്റെ അന്ന് മുതൽ പ്രശ്നമാണ്. എന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അന്ന് പ്രശ്നം തുടങ്ങി. പിന്നെ അവർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഇതേപോലെ വലിയ സ്നേഹമായിട്ടൊന്നും പെൺകുച്ചിൻ്റെ കാര്യമല്ലെന്ന് പറഞ്ഞാൽ ഇവളെ പേരിൽ എഴുതി കൊടുത്ത ലോൺ എടുക്കാൻ പറഞ്ഞു. അപ്പം ലോൺ ക്ലോസ് ചെയ്തു. ഇപ്പം അവർക്ക് വസ്തു കിട്ടിയപ്പോൾ അവള് അച്ഛനെയും വേണ്ട, എനിക്ക് അതുകൊണ്ട് അറിയാതെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി പോകണമെന്നൊക്കെ പറയണേ. 15 വർഷമായി എൻ്റെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് എനിക്ക് 55 പവനിട്ട് കല്യാണം കഴിച്ചതാ എൻ്റെ അച്ഛനും അമ്മയും. ഞങ്ങളെ എടി ഞാൻ ഏട്ടൻ്റെ ഒരു ക്ലൈൻറ്റ് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഡോക്യുമെൻറ്റ്സ് തരാനായിട്ട്. അപ്പം അങ്ങോട്ട് അവിടെ ഒന്ന് പോയാലോ? ഇപ്പം രാത്രിയായില്ലേ? പ്രവീണൊന്നും കൊണ്ട് എടി ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര പോയിട്ട് വരാം. കൊട്ടാരക്കര പോയിട്ട് വരാം. എന്ത് പറ്റി? അല്ല എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്. അപ്പം പുള്ളിയുടെ ഒരു ക്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പം പുള്ളി ഇവിടെ ഇല്ല. പോട്ടെ കേസ് എടുക്കാൻ പോയിട്ട് ധൈര്യമായിട്ട് പോട്ടോ. കഥ ബുദ്ധിമുട്ടുണ്ടോ? അതാണ് ഞാൻ മെമ്പറെ കൂടെ വിളിച്ചത്. കഥ വക്കീലല്ലേ ഇനി ആൾക്കാരെ അറിയാനില്ല. കുറ്റിയിട്ട് വയ്ക്കുന്നത്. ഈ വീട്ടിലെ കാര്യത്തിന് ഈ മെമ്പർ എന്തിനാണ് എന്നും കയറി ഇങ്ങോട്ട് വരുന്നത്? ഇത്ര പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ മെമ്പറല്ലേ അതിനെ അറിയിക്കും. അത് ഒരു ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഇതുവരെ ഒത്തുതീർപ്പായില്ലല്ലോ. എങ്ങനെ ഒത്തുതീർപ്പാവും? അതെന്നെ ഞാനും പറയുന്നത്. എങ്ങനെ ഒത്തുതീർപ്പാവും? മെമ്പർ പറയുന്നത് നീ കേൾക്കില്ല. മെമ്പർ പറയുന്നത് ഫിലിപ്പേ കേൾക്കുള്ളൂ, ഞാൻ കേൾക്കൂല. അതെന്ത് കേട്ടാലും ഫിലിപ്പ് കേൾക്കും, ഞാൻ കേൾക്കൂല. എന്റെ പൊന്നു മേഡം, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഫിലിപ്പ് എന്നെ വിളിച്ച് ഇതേപോലെ കാര്യം പറയും. എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ വന്നത് കേൾക്കും എന്താണെന്നുള്ളത്. അതെ, എനിക്ക് രാത്രിയൊക്കെ കേൾക്കണോ? ഞാൻ ആവശ്യം പറഞ്ഞില്ല, പറഞ്ഞു മനസ്സിലായില്ലേ? വിളിക്കാറില്ലേ നിങ്ങള്? ഞാൻ ശശി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്റെ ഈ ശശി ഭയങ്കര ശശിയാണ്. നിനക്ക് കണ്ടാലും വീട്ടിലുള്ള പൂച്ച വരെ സംശയം. ഒത്തുതീർപ്പിനാണോ വന്നത് അതോ ഡിവോഴ്സ് മേടിച്ചു കൊടുക്കാനാണോ മാഡം വന്നത്? ഒത്തുതീർത്ത് പോവാണെങ്കിൽ അപ്പൊ ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് കേൾക്കാത്ത പോലെ നിന്നാ പോരെ? അയാള് വഴിപഴിച്ച് നടക്കുന്നെന്ന് അയാൾ പറയോ? ഒരിക്കലും പറയൂല. ഇതാണ് സംസാരം. നിങ്ങൾ സ്ത്രീയല്ലേ? ഉടനെ അതിനങ്ങ് പറയും സംശയം. ഒന്നും കാണാതെ ഒരു ഭാര്യ പറയോ? ഒന്നും കാണാതെ പറയോ? ചുമ്മാ പറഞ്ഞോട്ടെ. എനിക്ക് 14 വർഷം പറയണ്ടേ? മനസ്സിലായില്ലേ? അയാളെ കുറെ കാര്യങ്ങൾ ഞാൻ ഫോണിലൂടെയും അല്ലാതെയൊക്കെ ഞാൻ കണ്ടു. നേരത്തെ ഞാൻ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതിന് എക്സ്പ്ലനേഷനാണ് എനിക്ക് തന്നത്. അങ്ങനെയല്ല, അതെന്റെ സഹോദരി. ഇപ്പൊ മെമ്പർ ആണെങ്കിൽ പോലും ഞാൻ 3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. മെമ്പറാ
ഞാൻ എന്റെ കാര്യം നോക്കി പോകുമ്പോ മെമ്പർ ഇവിടെ വിളിച്ച് ഫുഡ് എഴുത്തണമായിരുന്നു. വന്ന് ഉണ്ടാക്കി അച്ഛന് കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അവളെ വീട്ടുകാർ പറഞ്ഞു കൊടുത്തതാണ്. ഇനിയിപ്പോ ഇവിടെ അമ്മയുണ്ട്, ഇവിടെ അമ്മ തന്നെയാണ് ഇതിന്റെ പ്രധാന ആള്. അവളാണ് ഇതിന്റെ ആണി. അത് വേറെ നിങ്ങളല്ലേ എല്ലാം ചെയ്തതും. ചേച്ചിക്ക് എങ്ങനെയാ ഒത്തു പോകാൻ പറ്റില്ലേ? എനിക്ക് വേണ്ട, ഒത്തും വേണ്ട. എനിക്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഡിവോഴ്സ് ഒന്നും ഞാൻ കൊടുക്കൂല. ഇവിടെ കിടന്നാ മതി ഇങ്ങനെ. കണ്ട എങ്ങനെ ഇരിക്കുന്നു? ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് വന്നിട്ട് എന്തിനു മെമ്പറെ കെട്ടാനാ? അവരെയും ഭർത്താവ് കളഞ്ഞിട്ട് ഇട്ടേക്കാണ്. അനാവശ്യം പറയില്ല, അനാവശ്യം പറഞ്ഞു മനസ്സിലായോ? പല പോയിന്റുണ്ട് നീ വീട്ടിൽ നിന്ന് ആൾക്കാർ അനാവശ്യം പറയുന്നു. നിനക്ക് ഇതാണ് ഈ വാദം, ഇത് മാത്രമേ ഉള്ളൂ. നിനക്ക് ഒന്നീ തിന്നെ അനാവശ്യം പറയാം. വേദനിക്കുന്ന എന്താ അത് പറയുമ്പോഴേ? അങ്ങനെ പറയുന്നുണ്ട്. അവരൊരു വീട്ടിലൊരു ആവശ്യത്തിന് വന്നോണ്ടാ നിന്റെ സ്വഭാവത്തിൽ ഒരു ഈ നാട്ടിൽ ഒരു ആൾക്കാർ ഈ വീട്ടിൽ വരുമോ? വയസ്സായ എനിക്ക് 3 നേരം ആഹാരം വേവിച്ചു തന്നതാണ് മെമ്പർ. എന്റെ കയ്യിൽ കുരുവാണോ? നിന്റെ കൈ കുരുവാന്ന് ചോദിക്കാൻ നീ ഇവിടെ ഉണ്ടായിരുന്നാ? കുരുവും കൊണ്ട് കുറെ നേരം കൊണ്ട് കണ്ടല്ലേ. നിനക്ക് എത്ര വിവരമുണ്ട് ആ ഒരു മനുഷ്യനെ? ഞാൻ എണീറ്റ് സത്യം പറഞ്ഞ കൈ വയ്ക്കാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. ഇവിടെ ഒരു കാര്യം ചെയ്യട്ടെ, ആ സ്ഥലവും ഞാൻ എഴുതി കൊടുത്ത സ്ഥലം ഇവന്റെ പേരിലേക്ക് എഴുതി കൊടുത്തിട്ട് ഇവള് പാരിപ്പള്ളിയിലോട്ട് അങ്ങ് പോകുന്നതാണ് നല്ലത്. ഒരു ശല്യമില്ല. ഒരു കാര്യം ചെയ്യാം, 55 പവൻ അന്ന് കല്യാണം കഴിച്ചപ്പോ എനിക്ക് എന്റെ അച്ഛനും അമ്മ ഇട്ട് തന്ന 55 പവൻ മോൻ തരട്ട്. തരും, അന്ന് തരും. നിങ്ങൾ അത് എഴുതിത്താ. എന്റെ ഇത് പറഞ്ഞപ്പോ കണ്ട എല്ലാം അങ്ങനെ പോയി ഇങ്ങനെ പോയി. അവരെ വീടിന് മാത്രമേ വിലയുള്ള. സംശയം മാത്രമാണല്ലോ പ്രശ്നം. അതെ. അപ്പൊ ഞാൻ സംശയരോഗി എന്നാണ് മാഡം ചേച്ചി പറയുന്നത് ഫോണിൽ എന്തോ കണ്ടു അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. ഫോണിന് കാണേ നേരിട്ട് കാണേ ഒക്കെ ചെയ്ത് അയാൾ എന്റെ അടുത്ത് പറയുകയും ചെയ്തതാണ്. നേരിട്ട് നീ എന്തോന്നുണ്ട്? ഒന്നും കണ്ടിട്ടില്ലേ? ഇതേപോലെ മെമ്പറെ സംസാരിച്ച മെമ്പറുടെ സംശയം ചോദിച്ചാ പറയും സഹോദരിയെ പോലെയാണെന്ന്. എല്ലാരും അങ്ങനെ സഹോദരി പറയുന്നില്ല. ഒന്ന് സഹോദരിയാണല്ലേ. ഒരു മെസ്സേജ് അയച്ചു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നമ്മളിങ്ങനെ അതൊരു ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അയച്ചാ ഇത് പ്രശ്നം. എനിക്ക് ഒരു ഗുഡ് മോർണിംഗ് അയച്ചാൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ മാഡം? ഉണ്ടാക്കും. പിന്നെ നീ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? വേറെ ഒന്നും ഇല്ലായിരുന്നു ഫോണിൽ അല്ലേ? കാര്യം തുറന്നു പറയാൻ ഞാൻ എങ്ങനെ? വളരെ മോശമായിട്ടുള്ള മെസ്സേജ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് മെമ്പർ സഹിതം. മെമ്പർ സഹിതം ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ. ഞാൻ കണ്ടിട്ടുള്ള ശരി, മോളടുത്ത് പറ എന്താണ് മോശം മെസ്സേജ്? ഒരു മോശം മെസ്സേജ് ഒന്ന് പറ. എന്ത് കാര്യം പറയാം? കാര്യം അവര് ഭാര്യ ഭർത്താവിനെ പോലെയാണെന്ന് എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് അവര് അയച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചേക്കുന്നത്. ചേച്ചി കണ്ട് ചോദ്യം ചെയ്തോ? ഞാൻ ചോദ്യം ചെയ്തല്ല, കണ്ടപ്പോ എന്തിന് എന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചെന്നുള്ള ചോദ്യമായി. ഇപ്പോഴാണ് ഈ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. മറ്റേത് ചോദ്യം വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇത് കണക്ക് നമ്മളടുത്ത് അങ്ങ് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒറ്റ ഇറങ്ങിപ്പോക്കാണ്. ഇപ്പൊ പത്തി താത്തി ഇങ്ങനെ ഇരിക്കുന്നതാണ്. കാര്യം മൊത്തത്തിൽ പെട്ടിരിക്കുന്നുണ്ട്. ഈ അച്ഛനും എല്ലാ കാര്യങ്ങളും അറിയാം. അറിയാത്തൊന്നുമല്ല. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഒരു കേസുമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവരെ ഓഫീസിലല്ലേ വരുന്നത്? എല്ലാവരും വീട്ടിൽ വരാറുണ്ടോ സംസാരത്തിന്? ഇല്ല, അതില്ല. നമുക്ക് അത്ര അടുപ്പമുള്ളവരാണെങ്കിൽ. അപ്പൊ നിങ്ങൾ തമ്മിൽ അത്രയും അടുപ്പമാണ്? അല്ല, നിങ്ങൾ രണ്ടുപേരും സംസാരം കേൾക്കാം. അതാണ് ഞാൻ ചോദിച്ചത് അതാണ്. ഇതൊരു ഒത്തുതീർപ്പിന് പോകുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒരു അഡ്വക്കേറ്റ് അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് അധികം ഒത്തുതീർത്തോ അങ്ങനെ നോക്കത്തില്ല. അവർക്ക് എന്തോ ഡിവോഴ്സ് ആണോ കൊടുക്കാറുള്ളത്? ഡിവോഴ്സ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ബെനിഫിഷ്യറി എന്താണെന്ന്. ഇതാണ് സ്വഭാവം. ആരെങ്കിലും എന്തെങ്കിലും എങ്ങനെ പോയേക്കുന്നു മോളെ? ഇതാണ് പ്രശ്നം. ഭർത്താവുമായിട്ട് കണക്ഷനാണ്. എന്നിട്ട് പറയും സംശയരോഗമില്ല, സംശയരോഗം. എനിക്ക് സംശയരോഗമില്ല. നിന്റെ കൈക്ക് ചുണയില്ലാത്തത് കൊണ്ടാണ്. അയ്യോ, നീ ചുണ ഉണ്ടാക്കി കൊടു. ഞാൻ കാണിച്ചോട്ടെ, മെമ്പറുമായിട്ട് പിന്നെ ഫോണിൽ ചാറ്റ് ചെയ്യുന്നത് ചേച്ചി കണ്ടോ? കണ്ടു. ഞാൻ ഇവിടെ നിൽക്കാനല്ല ചേച്ചി വന്നത്, ഫുഡ് കൊടുക്കാനാണ് വന്നത്. അതിൻ്റെതാണ് ഞാൻ ചാറ്റിൽ കണ്ടത്. 3 ദിവസം സന്തോഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ല, അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നോ? അച്ഛൻ ഉണ്ടായിട്ട് എന്തേലും അയ്യോ ഈ മണ്ട ഉണ്ടായിട്ട് എന്തേലും കാര്യം? അല്ല, ആ ചാറ്റിൽ എന്തായിരുന്നു ഉണ്ടായിരുന്ന? സന്തോഷം ഉണ്ടായിരുന്നു, അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ചാറ്റിൽ കണ്ട കാര്യമല്ലേ ഞാൻ പറയുന്നത്. ഉണ്ടായിരുന്നോ? ഇന്ന് ഞാൻ ഇവിടെ താമസിച്ചെന്നൊക്കെ ഉണ്ട്. 3 ദിവസം സന്തോഷമായിരുന്നല്ലേ, ഇവിടെ നമ്മൾ 3 ദിവസം അടിച്ചു പൊളിച്ച് നിന്നല്ലേ എന്നും പറഞ്ഞൊക്കെ ഉള്ള ചാറ്റ് തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നു. ചീട്ട് കളിച്ച് കാരംസ് കളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ 3 പേരും അടിച്ചു പൊളിച്ചു. എനിക്ക് പിന്നെ എന്നും അങ്ങ് നിർത്ത്. അതെന്നെ പറഞ്ഞു നീ ഇറങ്ങി പോയി. കണ്ടാ വീഴുന്നത്? അതിന് വീഴുന്ന കണ്ടാ? പുള്ളിക്കാരൻ ഡിവോഴ്സിന് കൊടുക്കട്ടെ.
നമുക്ക് പിന്നെ ബാക്കിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ? ഡിവോഴ്സ് വേണോ? ആവശ്യമുള്ള ദേഹത്തുള്ള എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്ക് നിന്നോട് ജീവിക്കാൻ പറ്റൂല. മോള് പോകുന്നതിന് മുമ്പേ അതിനൊരു തീരുമാനം ആക്ക് നിങ്ങൾ. ഡിവോഴ്സ് എഴുതി അങ്ങ് തരണം. ഡിവോഴ്സിന്റെ ഡിവോഴ്സ് എഴുതി തരണോ? 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 ഡിവോഴ്സ് തരണം. തരണോ? കുഴപ്പം തരണോ? ഡിവോഴ്സ് തരണോ? നീ അച്ഛനെ തൊട്ടാക്ക്. ഞാൻ ഇത്രയും സമയത്ത് മര്യാദ സംസാരിച്ചു. എന്റെ മര്യാദയ്ക്ക് സംസാരിച്ചു. പറഞ്ഞ മനസ്സിലായ? ഇത്രയും നേരം നല്ലോണം തന്നെ ഇരുന്നു. പിന്നെ നീ അച്ഛനെ ഉപദ്രവിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സംസാരിച്ച ഒരാൾ വന്നിരിക്കുന്നത്. എനിക്ക് നിന്നെ തലേന്ന് ഒഴിച്ചാൽ മതി. നീ വേറെ ഒന്നും തലേന്ന് ഒഴിഞ്ഞു പോയാൽ നീ പറയും ഞാൻ ഈ പൈസ ആളിനെ കൊണ്ട് ഇവിടെ പോകണം. അങ്ങനെ ഞാൻ പടോട്ടായിരുന്നു പറഞ്ഞില്ല. ഈ വീടിന്റെ കുറച്ച് പൈസ ഞാൻ കൊടുത്തുള്ളൂ. എല്ലാം പാവപ്പെട്ട ഉണ്ടാക്കിയതാണ്. അതെല്ലാം പറ്റിച്ച് അവിടെ വെച്ചുകൊണ്ട് അവളെ അഹങ്കാരം കണ്ട നീ നമ്മളിവിടെ ഇറങ്ങി പോകണമായിരിക്കും. നീ എത്ര ലക്ഷം ഉണ്ട് ഞാൻ മുടക്കിയാൽ സത്യം. എനിക്ക് ഒറ്റ കാര്യം മാത്രം ചെയ്തു തന്നാൽ ഇതൊന്നും ഒഴിച്ചാൽ എന്റെ മുഖത്ത് നോക്കി എഴുന്നേറ്റ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ നീ. എന്താണ് കുഴപ്പം? എന്തോ കുഴപ്പം? ചേട്ടാ ഇവിടെ ഇരിക്കും. എന്തോ കുഴപ്പം? നിന്നോട് പറയാൻ എനിക്ക് എന്താണ് ബുദ്ധിമുട്ട്? പിന്നെ വേണ്ട അപ്പൊ. നിനക്ക് വേണ്ട. ആരെ വേണോ? ഞാൻ നിന്റെ മുഖത്ത് സംസാരിക്കണേ. ഞാൻ കൊല്ലും. അയ്യോ. നിന്നെ ഞാൻ കൊല്ലൂടാ. നിന്നെ ഞാൻ കൊല്ലൂ. ഓ, പെട്രോൾ. ഓ, പെട്രോൾ. ഇത് എവിടെയാണോ മാറ്റി വെച്ചത്? എന്നെ വേണ്ടേ? നീ എന്തിന് കൊടുത്തത്? പെണ്ണുപിള്ളേ. നീ ചുമ്മാല്ലേ? നിന്റെ പുറത്ത് നോക്കിയാൽ നിന്റെ പുറത്ത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. വിട്. ഇന്റെ അടപ്പ് വിടാൻ പറ. അച്ഛാ നിങ്ങൾ അച്ഛൻ പോയി. അച്ഛാ ഇവള് കത്തിക്കുന്നു. ഇവള് സുഖം. അച്ഛൻ ഇങ്ങോട്ട് എടുക്കാൻ. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവോ? ഇതാണോ മാറ്റി ഇങ്ങോട്ട് ഇടും. അവനെ ഞാൻ കൊന്നു. പെട്രോൾ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? അവന്റെ ശരീരം പൊള്ളൂ. കത്താനാണോ? കത്താൻ തന്നെ. അയാളെ കൊല്ലാനോ നിങ്ങൾക്ക് ചാവാനോ? അയാളെ കൊന്ന് ഞാനും ചാവത്തോളാം. മാത്രം കൊന്നാ മതി. ആ രണ്ടുപേരും ചാവട്ട്. അല്ല നിങ്ങള് ഞാൻ ചാവാം. അയ്യോ, ലൈറ്റ്. കത്തിക്കല്ലേ? കത്തിയത്. കത്തിയല്ലേ? മാറ്. പെണ്ണുപിള്ളേ. കത്തോന്ന്. പിന്നെ വിട്. ഇങ്ങോട്ട് വേണോ? ഇവരെ ഒന്ന് പിടിക്ക്. ഇങ്ങോട്ട് വേണോ? ഒറ്റ പിടിച്ച പെട്രോൾ കൊടുക്കല്ലേ അവിടെ? പെട്രോൾ കൊടുക്കല്ലേ? കത്തിക്കല്ലേ? പെട്രോൾ കൊടുക്കല്ലേ? പെട്രോൾ കൊടുക്കുക. എല്ലാവരും ഞാൻ തോന്നിക്കോ. ഞാൻ തരുന്ന സമയത്ത് ഇങ്ങോട്ടാ നിങ്ങൾ ഇവിടെ ഇതേ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ കത്തിക്കോ? അല്ല നിങ്ങളല്ലേ ഇത് വന്നത്? ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ വന്നത്? പൊന്നേച്ചി പറയുന്നത് അവിടെ നിങ്ങൾ പെട്രോളൊക്കെ വാങ്ങിച്ച് വീട്ടിനകത്ത് ഇവരുടെ അടുത്താണ് വെക്കുന്നത്. അത് വലിച്ചു പിടിച്ചാൽ മതി. ഇതെന്തിനാണോ കൂട്ടിയത്? ഞാൻ കൂട്ടിയില്ലെന്ന്. പെൺപിള്ളേ ഇവിടെ ഇരി. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കണോ? വേണ്ട പിന്നെ കേക്കണ്ട. ഞാൻ നിങ്ങൾ പറഞ്ഞേക്കാം. ഇതിൽ പെട്രോൾ ഒഴിച്ചിട്ട് നിൽക്കാം. ഇവിടെ ഇരുന്നേ. ഇത്രയും പറയാൻ എവിടെയാ പോയി? നീ എന്നെ കൊല്ലാൻ നോക്കി അവനെ തന്നെ വേണ്ട, അവിടെ ഇരിക്ക്. നിനക്ക് നിന്റെ ഇവരെ ഒന്ന് പിടിക്കും പെൺപിള്ളേ. നിങ്ങൾ ഞാൻ പിടിച്ചിട്ട് നിൽക്കട്ടെ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഇതിലൊന്നുമില്ല. എനിക്ക് നാളെ കിടന്ന് സാക്ഷി പറയാനും കോടതി കയറിയാ അഡ്വക്കേറ്റ് അല്ലേ എല്ലാം പറയണം. അവിടെ ഇരിക്ക്. അത് ഇതുപോലെ കത്തിയാ മതി. എന്റെ ദൈവമേ അച്ഛാ ഈ എല്ലാം വാതില് തുറക്കാൻ നോക്ക്. ഇല്ല കത്തിര്. നീ കത്തിര്. നീ കൂടെ ചാവും. നീ ചാവും. നീ ഇന്നേ കൊല്ലും ഞാൻ. കത്തിര്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ചാവാന്ന്. ഞാൻ എങ്ങനെ പിടിക്കാൻ എന്റെ പൊന്ന്? എല്ലാവരും എല്ലാവർക്കും ചാവാം. എല്ലാവർക്കും ചാവാം. പെട്രോൾ പിടിച്ച് വെച്ചോണ്ടിരുന്ന നിങ്ങളെ കത്തിക്കാനായിട്ട് കൃത്യസമയത്ത് പെട്രോൾ അവൻ തന്നെ ഇവിടെ മേടിച്ചോണ്ട് വരും. ഞാൻ മോട്ടർ ഒഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചത്. അവളെ നീ അതും നോക്കി വെച്ചല്ലടി. ചാവാടി നമുക്ക് കണ്ടു ചാവാം. വാ. അതെ ആ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കുക. ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ. നിന്റെ പൊന്നു നമ്പർ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് ആരും വിളിക്കാനില്ലേ? പോലീസിനെ പോലീസിനെ വിളിക്കട്ടെ? വിളിക്കേ.
നാട്ടുകാർ എനിക്ക് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? കേട്ടാ വിളിച്ചോ? പോലീസിനെയാണോ? പോലീസിനല്ല, ഇവിടത്തെ ഒരു സാറിനെ തന്നെയാണ് വിളിച്ചത്. ഇവിടത്തെ ഒരു പോലീസിനെ വിളിക്കും. നാണക്കേടെന്ന് പറയല്ലേ, ചാവാൻ പോകുമ്പോഴാണോ നാണക്കേട്? അവര് പറയല്ലേ പോലീസിനെ വിളിക്കണ്ടാന്ന്. നീ പെൺപിള്ള നിങ്ങൾക്ക് ചാവണം. പെട്രോൾ ഉണ്ടോ ദേഹത്ത്? പിന്നെ ഉണ്ടോ? അവരെ വിട്, നീ അവരെ വിട്. എടാ നിന്നെ ഞാൻ കത്തി ഇന്ന് ഇതിനെ ഒന്ന് തീരുമാനം ഉണ്ടാക്കാം. അവിടെ പോയി 15 വർഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. നിന്റെ തനി കോണം നിന്റെ അഡ്വക്കേറ്റിന് മനസ്സിലായി. അവരെ വിട്. ലൈറ്ററിങ് എടുത്ത് എന്തിനാ? അച്ഛനാ പറഞ്ഞ ലൈറ്ററിങ് എടുത്ത്. മോള് ലൈറ്ററിങ് എടുത്ത് വെച്ച് വേണ്ട. എനിക്ക് അവളെ നിർത്തി കത്തിക്കണം. മോള് ലൈറ്ററിങ് എടുത്ത് അച്ഛാ അച്ഛൻ പൈസ ഇല്ല ആവശ്യമില്ല. എനിക്ക് എല്ലാത്തിനും ഇല്ലെങ്കിൽ എവളിത്തിന് ഒരു തീരുമാനം ഒന്നി നീ വെട്ടടാ കളവാ, വെട്ട് വെട്ട് വെട്ട്. എന്തിനാ നീ വെട്ടി എന്തിനാ എന്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ നിക്ക് എല്ലാരും കൂടെ കൊല്ലാനാണ് തീരുമാനിച്ചെങ്കിൽ ചാവാൻ ഞാൻ തയ്യാറ് തന്നെ. മോളെ മാറടോ. അച്ഛൻ മാറടോ. കണ്ടോ? അല്ല അവരെ വിടട്ടവള് ഏത്? എവളായി. ശരി ഇതിനൊരു തീരുമാനം. കാല് വെയല്ലോ, അവിടെ പോയി. നീ ഇനി മേലാൽ എവക്ക് നീ ഡൈവോഴ്സ് വേണ്ട. നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കോ? അച്ഛൻ പറഞ്ഞ നീ ഞാൻ പറയും പോലെ കേക്കോ? ജീവിക്കാൻ പറ്റൂലേ? പൊന്നേച്ചി പറ്റും. ഓക്കെ ആണല്ലോ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങ് ബൈൻഡപ്പ് ചെയ്യാം. ഇത് അഡ്വക്കേറ്റ്, ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പരിപാടിയായിരുന്നു. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു കേട്ടോ. ഇത് അവിടെയൊക്കെ ഷൂട്ട്, ഇത് അങ്ങോട്ട് നോക്കണം. അവിടെയൊക്കെ ക്യാമറ, ഇതാ ഇവിടെയൊക്കെ ക്യാമറ ഷൂട്ട് ചെയ്തോളൂ. ഫ്രണ്ട്സിനെല്ലാം കൂടെ ചേട്ടാ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. വിളംബരത്തിൻ്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലറി കുണ്ടർ നൽകുന്ന സമ്മാനം. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം.